ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 6 ഡേ 5 റിവ്യൂ. രാവിലെ തന്നെ രേണുവിൻ്റെ കരച്ചിൽ, ഋതുവിനെ മിസ് ചെയ്യുന്നു, കിച്ചുവിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കരച്ചിൽ. പിന്നെ അനീഷുമായിട്ട് മുട്ടൻ വഴക്ക്. ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് അനീഷ് ഞാൻ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എടി പൊടിയിൽ നിന്ന് തന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ വഴക്ക്. രേണുവിന് ആകപ്പാടെ ഇന്ന് ഇതൊരു മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ലായിരുന്നു. പണിപ്പുരയിൽ കയറാൻ ബിഗ് ബോസ് അക്ബറിനെ വിളിച്ചു. അക്ബർ വീട്ടിലേക്കുള്ള ഓരോ സാധനങ്ങളൊക്കെ എടുക്കാൻ നേരത്തെ കണക്കൂട്ടി വന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, അക്ബറിന് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ അക്ബറിൻ്റെ തുണികളോ ഫുഡോ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. അക്ബറിന് ഇഷ്ടമുള്ള ഭക്ഷണം, പൊറോട്ട, മട്ടൻ കറി, നൂഡിൽസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. 500 പോയിൻ്റ് കൂടുതൽ കൂടാൻ പാടില്ല. അക്ബർ പിങ്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു. 690 രൂപയ്ക്കുള്ള പോയിൻ്റുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു, തെറ്റിപ്പോയി, 500 കൂടുതലായി, അതുകൊണ്ട് എല്ലാം തിരിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പാൻ്റെ ചെരുത്തും കൂട്ടരൊക്കെ വന്നിട്ട് അനീഷിനുമായിട്ട് ചാടിക്കണിക്കാൻ വന്നു. ഇത്ര മനുഷ്യത്വമില്ലാത്ത ഒരു കണ്ടസ്റ്റൻറ്റിനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തം വഴക്ക്. ബിഗ് ബോസ് പറഞ്ഞു അവരോട് ശാന്തമായിരിക്കാൻ പറഞ്ഞു. 500 പോയിൻ്റ് കൂടുതലുള്ളത് തിരികെ വെച്ചുകൊള്ളാൻ ബിഗ് ബോസ് പറഞ്ഞു. അക്ബർ ഏതായാലും തനിക്ക് കിട്ടിയതെല്ലാം ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് ഉണ്ടായത്. അക്ബറിൽ കഷ്ടപ്പെട്ടാണ് എല്ലാ ടാസ്കും വിജയിച്ചത്. എല്ലാം നന്നായിട്ടാണ് അക്ബർ കൈകാര്യം ചെയ്തത്. ടാസ്ക് ഇത്തവണ എല്ലാം നന്നായിട്ടാണ് അക്ബർ ചെയ്തത്. അടുത്തത് കിച്ചണിൽ രന ഫാത്തിമയും ഒണിയനും തമ്മിലുള്ള വഴക്ക്. ഒണിയലിനെ ചുമ്മാ വന്ന് ചൊറിഞ്ഞിട്ടാണ് രന ഫാത്തിമ എന്നും ചുമ്മാ ആവശ്യമില്ലാതെയാണ് ഓരോ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് ചെയ്യാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും. അവസാനം ഓണിൽ പറഞ്ഞു, നിനക്കൊരു കഴിവില്ലാത്ത ആളാണ്, ഒന്നും ചെയ്യാനുള്ള കഴിവില്ല, നീ വെറും പുഴുവാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം രേണയുടെ ഒരു കരച്ചിലും മൊത്തം പ്രശ്നങ്ങളും. ആദ്യ ദിവസം നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന രന ഫാത്തിമ ഇപ്പോൾ ഗെയിം ഒക്കെ മാറി കളി മോശമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അറിയാം. അതിനിടയ്ക്ക് ആര്യനും അനുമോളും തമ്മിൽ വഴക്ക്. ആര്യൻ ഇന്നലെ മോതിരവിരൽ പൊക്കി ചീത്ത രീതിയിൽ കാണിച്ചുവെന്ന് അനുമോൾ. മോതിരവിരൽ ആണെങ്കിലും അത് ചീത്തയായിട്ടാണ് കാണിച്ചെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് അനുമോൾ ഇന്നലെ അതിനെ ചോദ്യം ചെയ്യണമായിരുന്നു, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് അനുമോളുടെ കരച്ചിലാണ് അവസാനിച്ചത്. ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി 7 വോട്ടുകളുമായി ബിന്നി, ഷാനവാസ്, 10 വോട്ടുകളുമായി അഭിലാഷ് എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അവരുടെ രൂപത്തിലുള്ള 3 പാവകളെ മോളിൽ കെട്ടിയിട്ടുണ്ടായിരിക്കും. അത് കണ്ണുകെട്ടി അടിച്ച് താഴെയിടണം. അങ്ങനെ അടിച്ച് താഴെയിട്ടത് ഷാനവാസാണ്. അങ്ങനെ അടുത്ത വീക്കിലെ ക്യാപ്റ്റനായി ഷാനവാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തത് ജയിൽ നോമിനേഷനാണ്. ക്യാപ്റ്റന് നേരിട്ട് ഒരാളെ ജയിലിലേക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ ക്യാപ്റ്റനായ അനീഷ് അപ്പാനി ജയിലിൽ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പാനിയെ തിരഞ്ഞെടുത്തു. പിന്നെ എല്ലാവരും കൂടി വോട്ട് ചെയ്ത് നമ്മുടെ അനുമോളെ തിരഞ്ഞെടുത്തു. അവർക്ക് ജയിലിൽ നല്ല 7ൻ്റെ പണിയാണ് കിട്ടിയത്. ചപ്പാത്തി പല രൂപത്തിലുള്ള വട്ടത്തിലും ചതുരത്തിലും ത്രികോണത്തിലുമുള്ള പല രൂപത്തിലുള്ള ചപ്പാത്തി ഉണ്ടാക്കാനാണ് അവർക്ക് പണി കിട്ടിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ബെൽ ബട്ടണും ഞെക്കണേ.